കുട്ടിക്കാലം മുതൽ വെള്ളം തീയുടെ ശത്രുവാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? തീ നിലനിൽക്കാൻ 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്: ഇന്ധനം, ഓക്സിജൻ, താപം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നീക്കം ചെയ്താൽ തീ അണയും. വെള്ളം ഒരു പുതപ്പ് പോലെ ഓക്സിജനെ തടഞ്ഞാണ് തീ അണയ്ക്കുന്നത് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വെള്ളം താപത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. തീ കത്താൻ തുടങ്ങാൻ ആവശ്യമായ ആദ്യത്തെ ഊർജ്ജമാണ് ആക്ടിവേഷൻ എനർജി. ഒരിക്കൽ തീ കത്താൻ തുടങ്ങിയാൽ അത് സ്വയം ഊർജം ഉൽപ്പാദിപ്പിച്ച് പടരുന്നു. ഇത് തടയാൻ വലിയ അളവിൽ ഊർജം ആഗിരണം ചെയ്യേണ്ടതുണ്ട്. വെള്ളം സ്വയം കത്തുകയില്ല. കൂടാതെ ദ്രാവക രൂപത്തിലുള്ള വെള്ളം നീരാവിയായി മാറാൻ വലിയ അളവിൽ താപോർജം ആവശ്യമാണ്. നിങ്ങൾ തീയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് തിളയ്ക്കാനായി തീയിൽ നിന്ന് വലിയ തോതിൽ താപം വലിച്ചെടുക്കുന്നു. സാധാരണയായി മരം കത്താൻ 150 ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണമെങ്കിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. വെള്ളം ഉള്ളിടത്തോളം കാലം മരത്തിന്റെ ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകില്ല. അതിനാൽ തീ അണയുന്നു. ഇത് സ്വയം മനസ്സിലാകാൻ ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. വെള്ളം നിറച്ച ഒരു പേപ്പർ കപ്പ് തീക്ക് മുകളിൽ പിടിച്ചാൽ അത് കത്തുകയില്ല. പേപ്പറിന് കത്താൻ ആവശ്യമായ ചൂട് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുന്നതാണ് ഇതിന് കാരണം.